സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. പെന്തിക്കോസ്തിക്ക് ശേഷം രണ്ടാം ഞായർ മാർ ബർത്തുൽമാസ് സ്ലീഹായുടെയും മാർ ബർണബാസിൻ്റെയും ഓർമ്മദിനം. മലങ്കര സുറിയാനി കത്തോലിക്ക ഹയറാർക്കി സ്ഥാപന ദിനം. തിരുവനന്തപുരം അതിഭദ്രാസനത്തിൻ്റെയും തിരുവല്ല ഭദ്രാസനത്തിൻ്റെയും സ്ഥാപനം. പ്രേഷിതത്വ പ്രഭാഷണം എന്നറിയപ്പെടുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ അവസാനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനം. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അപ്പോസ്തോലന്മാരെ അയക്കുന്ന പ്രേഷിതത്വ പ്രഭാഷണമാണ്. ഇതിന് 5 ഭാഗങ്ങളുണ്ട്. 1 ആമുഖം, 2 ശിഷ്യന്മാർ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം, 3 പ്രേക്ഷിത ശുശ്രൂഷയിൽ നേരിടാനിരിക്കുന്ന പീഡകൾ, 4 പ്രേക്ഷിതർ നൽകേണ്ട നിർഭയ സാക്ഷ്യം, 5 ശിഷ്യത്വത്തിൻ്റെ വിലയും പ്രതിഫലവും. മത്തായി സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ 42 വരെയുള്ള ഭാഗങ്ങൾ ശിഷ്യത്വത്തിൻ്റെ വിലയും പ്രതിഫലവും പരാമർശിക്കുന്നു. കുരിശിനെക്കുറിച്ചുള്ള മത്തായി സുവിശേഷകൻ്റെ ആദ്യ പരാമർശത്തോടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. ക്രിസ്ത അനുഗമനം ക്രൂശിതൻ്റെ പാതയിലാണ്. റോമൻ പൗരന്മാരല്ലാത്ത കുറ്റവാളികൾക്ക് റോമാക്കാർ നൽകിയിരുന്ന വധശിക്ഷയാണ് കുരിശിൽ തറയ്ക്കൽ. സ്തൗറോസ് എന്നാണ് കുരിശ് എന്നതിൻ്റെ ഗ്രീക്ക് പദം. ഇതിൻ്റെ അർത്ഥം നിൽക്കുക, നാട്ടി നിർത്തുക എന്നാണ്. കുരിശിൽ തൂക്കി കൊല്ലുന്ന ശിക്ഷാരീതി ഫിനീഷ്യക്കാരിൽ നിന്നും കാർത്തേജുകാരിൽ നിന്നുമാണ് റോമാക്കാർ സ്വീകരിച്ചത്. റോമൻ ശിക്ഷാ നിയമത്തിലെ മരണശിക്ഷ നടപ്പിലാക്കിയിരുന്ന മാർഗം കുരിശിൽ തൂക്കലായിരുന്നു. അടിമകളും കള്ളന്മാരും കൊലപാതകികളും രാജ്യദ്രോഹികളുമാണ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടിരുന്നത്. റോമൻ പൗരന്മാരെ കുരിശുമരണത്തിന് വിധിക്കാറില്ലായിരുന്നു. ക്രൂരമായ ചമ്മട്ടിയടി, ഭീകരമായ പീഡനകൾ, ഇങ്ങനെ മൃതപ്രായരായ കുറ്റവാളികളെ കൊണ്ട് വധസ്ഥലത്തേക്ക് കുരിശു ചുമലിലേറ്റി നടത്തിയിരുന്നു. കുറ്റപത്രം കഴുത്തിൽ തൂക്കിയിടുന്ന പതിവുണ്ടായിരുന്നു. കുറ്റവാളിയെ നഗ്നനാക്കി കുരിശിൽ തറയ്ക്കുകയോ കെട്ടിവയ്ക്കുകയോ ചെയ്തിരുന്നു. പട്ടാളക്കാർ കാൽമുട്ടുകൾ തകർത്ത് ക്രൂശിതരെ കൊന്നിരുന്നു. കുരിശുമരണം യഹൂദരെ സംബന്ധിച്ചിടത്തോളം അപമാനമായിരുന്നു. പാലസ്തീനായിൽ കുരിശുമരണം സർവ്വസാധാരണമായിരുന്നു എന്ന് ജോസെഫൂസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നുണ്ട്. യഹൂദർ ജീവനുള്ള മനുഷ്യരെ മരത്തിൽ തൂക്കി കൊല്ലാറില്ല. എന്നാൽ മൃതശരീരങ്ങൾ പരസ്യ അപമാനത്തിനായി
കുരിശിൽ കെട്ടിത്തൂക്കിയിടുന്ന പതിവ് ഉണ്ടായിരുന്നു. കുരിശിൽ കെട്ടിത്തൂക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ശാപമേറ്റവരാണെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. എക്സ് ആകൃതിയിലും ടി ആകൃതിയിലുമുള്ള കുരിശുകൾ ഉണ്ടായിരുന്നു. ശീർഷകം എഴുതി സ്ഥാപിച്ച യേശുവിൻ്റെ കുരിശ് ടി ആകൃതിയിലുള്ളതായിരുന്നു. കുരിശിലേറിയാണ് യേശു മരിച്ചതെന്ന് 4 സുവിശേഷങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ചമ്മട്ടിയടിയേറ്റ് അവശനായിരുന്ന യേശുവിന് കുരിശിൻ്റെ ഭാരം ദുർവഹമായിരുന്നു. യേശുവിനെ കുരിശിൽ ബന്ധിച്ചത് കാരിരുമ്പാണികളാലാണ്. യേശുവിൻ്റെ കുരിശുമരണം ദൈവപിതാവ് മുൻകൂട്ടി കണ്ടതും അനിവാര്യവുമാണെന്ന് തിരിച്ചറിഞ്ഞതുമായിരുന്നു. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് തൻ്റെ പിന്നാലെ വരണമെന്ന ആഹ്വാനം ആലങ്കാരികമാണ്. യേശു ശിഷ്യത്വം ആത്യന്തികമായി സഹനത്തിൻ്റെ പാതയാണെന്ന സന്ദേശം യേശു നൽകുന്നു. അപമാനത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിത്യക്തതയുടെയും പാത. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ക്രൂശിതനെ പ്രസംഗിച്ച പൗലോസിൻ്റെ പാത. വാഗുലാസത്താൽ കുരിശിൻ്റെ സന്ദേശം വ്യർത്ഥമാക്കാൻ പൗലോസ് ആഗ്രഹിച്ചില്ല. മാനുഷിക വാദപ്രതിവാദങ്ങളെയും വാക് സാമർഥ്യത്തെയുംകാൾ കേൾവിക്കാരെ സ്വാധീനിക്കുന്ന സുവിശേഷത്തിൻ്റെ ശക്തി കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്ന ജീവിതമാണ്. ജീവിതമില്ലാത്ത സുവിശേഷ പ്രഘോഷണം വെറും വാക്കസർത്ത് മാത്രമാണ്. രക്ഷയ്ക്ക് പരിച്ഛേദനത്തെക്കാൾ അനിവാര്യം കുരിശിൻ്റെ സന്ദേശമാണെന്ന് പൗലോസ് വ്യക്തമാക്കുന്നു. 1 കൊരിന്തോസ് 1:18 നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ സന്ദേശം ഭോഷത്വമാണെങ്കിലും രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഗലാത്യക്കാർക്കുള്ള ലേഖനം 6:14 യേശുവിൻ്റെ കുരിശിൽ മാത്രം അഭിമാനിക്കുന്ന അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്. എഫേസുസ്കാർക്കുള്ള ലേഖനം 2:16 കുരിശിലൂടെയാണ് യേശു വിജാതിയരെയും യഹൂദരെയും ഒന്നിപ്പിച്ചത്. പ്രേക്ഷിത ശുശ്രൂഷ കുരിശെടുത്ത് യേശുവിനെ അനുഗമിക്കുന്നവർ നിർവഹിക്കുന്ന ഐക്യത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ശുശ്രൂഷയാണ്. അനുരഞ്ജനം സാധ്യമാക്കുന്നതിന് സ്വയം കുരിശെടുക്കുന്നതാണ് യേശു ശുശ്രൂഷ. കുരിശിലെ യേശുവിനെ നൽകുന്ന സുവിശേഷ ശുശ്രൂഷ സാധ്യമാക്കുന്നതിന് സ്വയം കുരിശെടുക്കുമ്പോഴുള്ള സഹനം വിശുദ്ധീകരണമായി മാറണം. ഫിലിപ്പിയർ 3:18 വ്യാജ പ്രവാചകന്മാർ യേശുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളാണ്. കുരിശെടുക്കുന്ന പരിത്യക്തതയുടെ ജീവിതമില്ലാത്ത യേശു ശിഷ്യത്വം ഫലം ചൂടാത്ത വ്യാജ പ്രവാചകൻ്റെ ജൽപ്പനങ്ങളാണ്. പരിത്യക്തതയും കുരിശിൻ്റെ സഹനവും ഏറ്റെടുക്കാത്ത യേശു ശിഷ്യത്വമാണ് ദൈവരാജ്യ പ്രഘോഷണത്തിലെ വിലങ്ങുതടികൾ. കൊളോസുസാർക്കുള്ള ലേഖനം 2:14 നമുക്ക് ദോഷകരമായിരുന്ന നിയമങ്ങളെ യേശു കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തു. ഗലാത്യ 6:14 ക്രിസ്തുവിന് സ്വന്തമായിട്ടുള്ളവർ തങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടി കുരിശിൽ തറയ്ക്കണം. കുരിശാണ് രക്ഷയുടെ അടയാളം. കുരിശാണ് ക്രൈസ്തവൻ്റെ മേന്മ. ലൗകിക സന്തോഷങ്ങളുടെ ഇരിപ്പിടമായ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടെ കുരിശിൽ തറയ്ക്കുന്നവർക്ക് സുവിശേഷ പ്രഘോഷണം
ആത്മസന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ കുരിശിലൂടെ പൗലോസ് ലോകത്തിനും ലോകം പൗലോസിനും കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു. പരിപൂർണ പരിത്യാഗത്തിൻ്റെ ചിത്രമാണ് പൗലോസിൻ്റെ ജീവിതം. യേശുക്രിസ്തു ക്രൂശിതനായി കൺമുൻപിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കെ ലോകത്താൽ വഞ്ചിക്കപ്പെടുന്ന വിവേകശൂന്യരാകരുതെന്ന ആഹ്വാനവും പൗലോസ്ലീഹ നൽകുന്നു. ഗലാത്യക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം. തൻ്റെ ശിഷ്യത്വത്തിൻ്റെ അടിസ്ഥാന മാർഗമായി യേശു ചൂണ്ടിക്കാണിക്കുന്നത് കുരിശിൻ്റെ മാർഗമാണ്. മതമർദ്ദന കാലത്ത് ആദിമ ക്രൈസ്തവർ കുരിശ് ചുമന്ന് അനുദിനം മരണത്തിലേക്ക് നടന്നു നീങ്ങിയിരുന്നു. ഈ കുരിശ് യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിൻ്റെ പ്രതീകമായിരിക്കുന്നത് പോലെ അവിടുത്തെ അനുയായികളുടെ പ്രേക്ഷിത ദൗത്യത്തിൻ്റെയും പ്രതീകമാണ്. ക്രിസ്തുവിനെ പ്രതി ഒരുവൻ സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെയും അപമാനത്തിൻ്റെയും പ്രതീകമാണ് കുരിശ്. ക്രിസ്തുവും അനുയായിയും തമ്മിലുള്ള അഭൗമിക ഐക്യത്തിൻ്റെ വേദിയാണ് കുരിശ്. ഒരുവൻ തൻ്റെ ദുരാശകളെ കുരിശിൽ തറയ്ക്കുമ്പോൾ പുതിയ ശക്തിയും ചൈതന്യവും യേശുവിൽ നിന്ന് ലഭിക്കുന്നു. ക്രിസ്ത്യാനി കുരിശെടുക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 34-ാം തിരുവചനം. യേശു ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും അടുത്തേക്ക് വിളിച്ചു വരുത്തി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കൊളോസുകാർക്കുള്ള ലേഖനം 1-ാം അധ്യായം 24-ാം തിരുവചനം. ഇപ്രകാരം കുരിശു ചുമക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ കുറവിനെ തൻ്റെ ജീവിതം കൊണ്ട് പരിഹരിക്കുവാൻ ഒരു ക്രിസ്തു ശിഷ്യന് കഴിയും. നിരന്തരമായ സ്വയം പരിത്യാഗവും കുരിശു വഹിക്കലുമാണ് ക്രിസ്തു രക്ഷാമാർഗം അനുഗമിക്കാനുള്ള ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം. സ്വന്തം ജീവൻ ബലിയായി നൽകുമ്പോഴാണ് അതിൻ്റെ അർത്ഥവും ആഴവും ഒരുവന് തിരിച്ചറിയാനാവുക. യേശു ശിഷ്യൻ്റെ ജീവൻ പങ്കുവയ്ക്കലിൻ്റേതാണ്, നിരന്തര ബലിയുടേതാണ്. സ്വന്തം ജീവനും ജീവിതവും മഹത്വവും മാത്രം അന്വേഷിക്കുന്നത് ബലിയുടെ ജീവിതമല്ല. ക്രിസ്ത്യാനി വിളിക്കപ്പെട്ടിരിക്കുന്നത് പങ്കുവയ്ക്കലിൻ്റെയും ബലിയുടെയും ജീവിതത്തിനാണ്. ക്രിസ്തുവിനോടൊപ്പം ബലിയാകുന്ന ജീവിതം ക്രിസ്തുവിനോടൊപ്പം ഉയിർപ്പിനും നിത്യജീവനും അവകാശിയാകും. 40 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളിൽ ക്രൈസ്തവ പ്രേക്ഷിതത്വത്തെ പരിപോഷിപ്പിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് യേശു വ്യക്തമാക്കുന്നു. ക്രിസ്തു പിതാവിനാൽ ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിനാൽ ഐക്യപ്പെട്ടവനാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ തന്നെ അയച്ച പിതാവിനെയാണ് സ്വീകരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ തന്നെ അയച്ച പിതാവിനെ സ്വീകരിക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യരെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇവിടെ പ്രവാചകൻ, നീതിമാൻ, ഈ ചെറിയവൻ, ശിഷ്യൻ എന്നീ പദങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ക്രിസ്തീയ പ്രേക്ഷിതരെയാണ്. യേശു ശിഷ്യരെ സ്വീകരിക്കാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരോട് ആതിഥ്യ മര്യാദ കാണിക്കണം, അവരുടെ വചനം ശ്രവിക്കണം. ക്രിസ്തു പ്രേക്ഷിതർ തങ്ങളെ പീഡിപ്പിക്കുന്നവരെ മാത്രമല്ല, ക്രിസ്തുവിനെ പ്രതി തങ്ങളെ സ്വീകരിച്ച് ബഹുമാനിക്കുന്നവരെയും ആതിഥ്യ മര്യാദ കാട്ടുന്നവരെയും
തങ്ങളുടെ പ്രേക്ഷിത യാത്രയിൽ കണ്ടുമുട്ടും. ക്രിസ്തു ശിഷ്യരെ സ്വീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെയും തന്നെ അയച്ച പിതാവിനെയും സ്വീകരിക്കുന്നു. ക്രിസ്തു ശിഷ്യർ സ്വീകരിക്കപ്പെടുന്നിടത്ത് പരിശുദ്ധ തൃത്വം സ്വീകരിക്കപ്പെടുകയും മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രവാചകനെ പ്രവാചകനായും നീതിമാനെ നീതിമാനായും സ്വീകരിക്കുന്നവർ യേശു ശിഷ്യരായ പ്രേക്ഷിതർക്ക് ദൈവവുമായുള്ള ബന്ധം തിരിച്ചറിയുന്നു. ക്രിസ്തുവിൻ്റെ പ്രേക്ഷിതരെ ദൈവം അയച്ചവരായി സ്വീകരിക്കുന്നവർക്ക് ദൈവം പ്രവാചകൻ്റെയും നീതിമാന്റെയും പ്രതിഫലം നൽകും. സുവിശേഷ പ്രഘോഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യേശു ശിഷ്യർ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ സ്വർഗരാജ്യ പ്രവേശനം നേടിയ ചെറിയവരാണ്. ശിശുവിനെ പോലെ ചെറുതാകുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം തിരുവചനം. വിജാതീയരിൽ നിന്ന് പോലും ആതിഥ്യം സ്വീകരിക്കേണ്ടി വരുന്ന ക്രിസ്തു ശിഷ്യൻ്റെ വലിപ്പം താൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനാണെന്നതാണ്. ഈ ഒരു ചിന്ത എല്ലാ ധാർഷ്ട്യത്തെയും മറികടക്കുന്നതാണിത്. പരിത്യക്തതയുടെയും കുരിശിൻ്റെയും ബലിജീവിതം നയിക്കുന്നവർ സ്വീകരിക്കപ്പെടുമ്പോഴെല്ലാം ഓർമ്മിക്കപ്പെടേണ്ടത് തങ്ങൾ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവരാണെന്നതാണ്. ഏറ്റവും ചെറിയവർ സ്വീകരിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന, ഹൃദയങ്ങളിൽ നിറയുന്ന പ്രതിനന്ദി ദൈവസ്തുതിയാണ്. കാരണം സകലതും ദൈവത്തിൻ്റെ ദാനം. ചെറിയവർ സ്വീകരിക്കപ്പെടുന്ന ഇടങ്ങളിൽ അവർക്ക് പരിഭവത്തിനോ പരാതികൾക്കോ വകയില്ല. കാരണം സർവ്വതും ദൈവദാനമെന്ന് എളിമയോടെ അവർ തിരിച്ചറിയുന്നു. പരിത്യക്തതയുടെ ജീവിതം നയിച്ച് കുരിശു വഹിക്കുന്ന ക്രിസ്തു ശിഷ്യൻ പകരുന്ന ദാരിദ്ര്യത്തിൻ്റെയും എളിമയുടെയും അനുസരണത്തിൻ്റെയും മുഖമാണ് മറ്റുള്ളവരാൽ സ്വീകരിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും പരിപാലിക്കപ്പെടാനുമുള്ള യഥാർത്ഥ അളവുകോൽ. ക്രിസ്തു ശിഷ്യരെ സ്വീകരിക്കുന്നവർക്കും യേശു ശിഷ്യനെന്ന നിലയിൽ ദാനധർമ്മങ്ങൾ നൽകി പരിപാലിക്കുന്നവർക്കും സ്വർഗത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നത് സത്യമായ ദൈവിക വാഗ്ദാനമാണ്. പ്രേക്ഷിതർക്കുള്ള പ്രചോദനം തങ്ങൾ സത്യ ദൈവാന്വേഷികളാൽ സ്വീകരിക്കപ്പെടുമെന്നതാണ്. എല്ലാ കാലത്തും എല്ലാ സമയത്തും യഥാർത്ഥ പ്രേക്ഷിതർ സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അവർക്ക് ദൈവജനത്തിൻ്റെ ഹൃദയങ്ങളിൽ സമുന്നതമായ സ്ഥാനമുണ്ട്. ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുന്നതും സ്വീകരിക്കപ്പെടേണ്ട ജീവിത രീതി വിളിച്ചോതുന്നതുമായ കുരിശ് വെറും അലങ്കാരമല്ല, ആലങ്കാരിക അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് മാത്രം. വിജയത്തിൻ്റെയും രക്ഷയുടെയും മഹത്വത്തിൻ്റെയും അടയാളമായ കുരിശ് ക്രിസ്താനുഗമനത്തിൻ്റെ പാതയാണെന്ന സത്യം സൂക്ഷ്മമായ പഠനത്തിൻ്റെയും വിചിന്തനത്തിൻ്റെയും വിഷയമാണ്. അതാണ് എല്ലാ കാലഘട്ടങ്ങളിലും യേശു ശിഷ്യൻ്റെ പാത തെളിയിക്കുന്ന മാർഗം. ലോകത്തിന് സ്വീകാര്യമായ യേശു ശിഷ്യത്വം ഒരുക്കപ്പെടേണ്ടുന്ന പാത കുരിശിൻ്റെ പാതയാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് കുരിശെടുത്തന്നെ അനുഗമിക്കുക എന്ന്. കുരിശിൻ്റെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ സ്വീകരിക്കപ്പെടുന്ന സഹനത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും ജീവിതമാണ്. അത് സ്ഥാനമാനങ്ങളാൽ വിഭൂഷിതമായിരിക്കണമെന്ന് നിർബന്ധമില്ല. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഭോഷത്വവും രക്ഷയിലൂടെ ചരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തിയുമായ കുരിശിൻ്റെ ജീവിതം വിജാതീയർക്കും യഹൂദർക്കും എന്ന പോലെ സകല മനുഷ്യർക്കും അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും രക്ഷയുടെയും മാർഗമാണ്.
ബർത്തുൽമായും ബർണബാസും ക്രിസ്താനുഗമനം കുരിശെടുത്തു നിർവഹിച്ചവരാണ്. കുരിശെടുത്തു നിർവഹിക്കുന്ന ക്രിസ്താനുഗമനം ഫലം ചൂടുന്ന ശിഷ്യത്വമാണ്. അത് ദൈവരാജ്യ വിസ്തൃതി സാധ്യമാക്കും. തിരുസഭയിൽ നിർവഹിക്കപ്പെടേണ്ട ശിഷ്യത്വവും പ്രേഷിതത്വവും കുരിശിൻ്റെ ജീവിതമാണ്. ഹയരാർക്കി സ്ഥാപനത്തിലൂടെ ഭദ്രാസനങ്ങളായും അതിഭദ്രാസനങ്ങളായും സുസ്ഥിരമായ ദൈവരാജ്യ പ്രഘോഷണം സാധ്യമാക്കുന്നതിന് നമുക്ക് യേശുവിനെ കുരിശെടുത്ത് അനുഗമിക്കാം. സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.